ബൊലിവാർഡ് വേൾഡിലാണ്. ഇതെല്ലാം ദിറേ പോലെയൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഒട്ടകം തന്നെ അല്ലേ. 3, 4 ഹണിയാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. ശരിക്കും സൗദി അറേബ്യ അടിപൊളിയായിട്ടുണ്ട്. ചൈനയിലേക്ക് കയറുകയാണ്. എല്ലാം കഴിക്കും. ഇനി നമ്മൾ ചൈനയുടെ കാഴ്ചകളാണ്. എൻട്രൻസ് തന്നെ നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുണ്ട് കൊറിയ. ആ ടവറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കാണുന്നത് കൊറിയയാണ്. ഇന്തോനേഷ്യ. അങ്ങനെ നമ്മൾ ഇന്തോനേഷ്യയിലേക്ക് ഓട്ടോ ഒക്കെ കാണാം. ഇന്തോനേഷ്യയിലെ ഓട്ടോയ്ക്കകത്ത് ഓട്ടോ പോലെ ഈ സ്ഥലങ്ങൾ നമ്മൾ ഒത്തിരി സ്ഥലത്ത് അപ്പൊ നമ്മൾ കുവൈറ്റിൽ കയറി. ഒരു ടവർ ഉണ്ട്. ആ ടവറാണ് ഈ കാണിച്ചു വെക്കുന്നത്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ബൊലിവാർഡ് വേൾഡിലാണ്. റിയാദ് സീസണിന്റെ ഭാഗമായിട്ട് ബൊലിവാർഡ് വേൾഡിലും കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അല്ലേ. റിയാദ് സീസൺ 2025 ഭാഗമായിട്ട് ഇവിടെ ഇപ്പം ബൊലിവാർഡ് വേൾഡിൽ പുതിയതായിട്ട് 2-3 രാജ്യം കൂടെ വന്നിട്ടുണ്ട് അല്ലേ. സൗത്ത് കൊറിയ, അതേപോലെ തന്നെ ഇന്തോനേഷ്യ, കുവൈറ്റ്. അപ്പോൾ അങ്ങനെ കുറച്ച് രാജ്യങ്ങളൊക്കെ ഈ പ്രാവശ്യം ബൊലിവാർഡ് വേൾഡിലുണ്ട്. അപ്പം ബൊലിവാർഡ് വേൾഡിന്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതേ നമുക്ക് ബൊലിവാർഡ് വേൾഡിന്റെ ഒരു മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിൽ നമ്മുടെ ഒട്ടകത്തെയൊക്കെ കാണിച്ചിട്ട് നോക്കി എന്താ അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്ങുകൾ ബാക്കിൽ. നമ്മുടെ ആ പഴയ കാലഘട്ടത്തിൽ സൗദി അറേബ്യയാണ് കാണിച്ചേക്കുന്നത്. കണ്ടോ, ഇതെല്ലാം ദിറേ പോലെയൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഫുള്ള് കാണാൻ പറ്റും. ഇതെല്ലാം നല്ല മനോഹരമായിട്ടുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഈ ഒട്ടകം തന്നെ അല്ലേ. ഒറിജിനൽ ഒട്ടകം പോലെ ഉണ്ട് കാണാനായിട്ട്. അടിപൊളിയായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഫസ്റ്റ് കൺട്രി സൗദി അറേബ്യയാണ്. നമ്മൾ സൗദി അറേബ്യ ഇങ്ങനെ കാണുകയാണ്. ഈ സൗദി അറേബ്യയിൽ പുതിയ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് സൗദി അറേബ്യ ശരിക്കും കാണാൻ പറ്റും അല്ലേ. ആ അതെ അതെ. ഇവിടെ എന്തൊക്കെയുണ്ട്. നമുക്ക് ഊത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഊത് 1, 2, 3, 4 വൈറ്റ് ഹണിയാണ് ഈ കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ വൈറ്റ് ഹണിക്ക്. ഈ സംഭവം എന്നാണ് നമ്മൾ കണ്ടാണ്. അങ്ങനെ നമ്മൾ തേനൊക്കെ കണ്ടു. നല്ല അടിപൊളി തേനാണ്. ആദ്യം നമ്മൾ കണ്ട ഒരു പിന്നെ വൈറ്റ് ഹണി നല്ല രസമുണ്ട് അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണ്. നമ്മൾ സൗദിയുടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സൗദി അറേബ്യയാണ് അവരിപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ബൊലിവാർഡ് വേൾഡിൻ്റെ സൗദി അറേബ്യയുടെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. ഫുള്ള് പണ്ടത്തെ സൗദി അറേബ്യ എങ്ങനെയായിരുന്നു ഇരുന്ന് കണ്ടോ. നമ്മുടെ റിജാൽ അൽമ പോലെയൊക്കെ ഉണ്ട് കാണാൻ. ശരിക്കും സൗദി അറേബ്യയുടെ എല്ലാ കാഴ്ചകളും നല്ല രീതിയിലാണ് അവർ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇത്ര നേരം കണ്ടത് ഈസ്റ്റേൺ പ്രൊവിനൻസ് ആയിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന അൽ കാസിം. ഇവിടെ കൊടുത്തിട്ടുണ്ടോ അൽ കാസിം. നമ്മൾ കാണാം. അൽ കാസിം ഇങ്ങനെയാണോ ഇരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കേട്ടോ അവർ മൊത്തം ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ശരിക്കും സൗദി അറേബ്യ അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും നമ്മൾ സൗദി നിൽക്കുന്ന പോലെ തന്നെ തോന്നുന്നല്ലേ. അൽ കാസിം എന്ന് പറഞ്ഞ സ്ഥലം ഇതല്ലേ. ഇതെന്തൊക്കെ സാധനങ്ങൾ. ഇവിടെ മൊത്തം ഡേറ്റ്സാ. കാഴ്ചകളെല്ലാം കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാട്ടോ. അൽ കാസിമാണത്. ശരിക്കും വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ശരിക്കും സൗദി അറേബ്യയുടെ ആ ഒരു ഭംഗി അൽ കാസിം എന്ന സ്ഥലത്തെയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന സൗദി അറേബ്യയിലെ അവരുടെ അബായകള്, അവരുടെ ഡ്രസ്സ്, പിന്നെ ഊത്, പിന്നെ എന്താണ് ഉണ്ടോ. വളരെ മനോഹരമായിട്ടോ അവർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുറേ സംഭവങ്ങൾ, കുറേ ഡ്രൈ ഐറ്റംസുകളൊക്കെയാണ് മൊത്തം ഉള്ളത്. കിവി പിന്നെ എന്തൊക്കെയുണ്ട്. ഇത് ഡ്രൈഡ് ഹിബിസ്കസ്. വാട്ടർമെലൺ ആണോന്ന് അറിയത്തില്ല. അതുണ്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചിപ്സ്. നമ്മൾ സൗദി അറേബ്യയുടെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണ്. അവരിങ്ങനെ നമ്മളുള്ള സ്പ്രേകളെല്ലാം എടുത്ത് അടുപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ. എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൗദി കൊള്ളാം. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് സൗദി കാണാൻ പറ്റിയിരുന്നില്ല. സൗദിയുടെ റീജിയൻ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ അൽ കാസിം എന്ന് പറഞ്ഞ
ആ ഒരു അതിന്റെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. അടുത്ത ഏതാ നമ്മൾ നോക്കുകയാണ്. ഹെയിലിന്റെ കാഴ്ചകളാണ് തോന്നുന്നു ഇതിനകത്ത് മൊത്തം കാണിച്ചേക്കുന്നത്. ഹെയിലാണ്. നമ്മൾ ഹെയിലിൽ പോയിട്ടുണ്ട് അല്ലേ, ഓർക്കുന്നുണ്ടോ? നമ്മൾ ഹെയിലിൽ പോയിട്ടുണ്ട്. അൽജോഫിലോട്ടാണ് നമ്മൾ അടുത്ത കയറുന്നത്. അങ്ങനെ അൽജോഫിനുള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. നമ്മൾ റിജാൽ അൽമേൽ പോയ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട്. പഴയ ആ ഒരു കാലഘട്ടത്തിലെ രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് അതൊക്കെ അതേപോലെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു സ്ഥലം ഇവിടെ പക്കയായിട്ട് ഉണ്ടാക്കിയേക്ക് അല്ലേ. ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൗദി അറേബ്യ അടിപൊളിയായിട്ടുണ്ട്. സൗദി സൂപ്പർ. അപ്പം നമ്മൾ സൗദിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ അടുത്തത് ചൈനയിലേക്ക് കയറുകയാണ്. ചൈന നോക്കിക്ക് വളരെ മനോഹരമായിട്ടുണ്ടല്ലേ. എല്ലാ പ്രാവശ്യവും നമ്മൾ വരുമ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നതാണ്. എന്നാലും ഈ പ്രാവശ്യം ഇച്ചിരിയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടല്ലേ. ചൈന അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ എൻട്രൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. സൗദിയുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ചൈനയുടെ കാഴ്ചകളാണ്. ചൈനയാണ് വളരെ മനോഹരമായിട്ടാണ് ചൈന വെച്ചിരിക്കുന്നത്. ചൈനയുടെ കാഴ്ചകൾ നോക്കാം. ഓ, ഇത് ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് എന്ത് സംഭവം മനസ്സിലാകുന്നില്ല, പക്ഷെ നല്ല രസമുണ്ട്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ചൈനയാണ്. നമ്മൾ സൗദിയുടെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി അടുത്തത് ചൈന വളരെ മനോഹരമായിട്ടുണ്ട്. എൻട്രൻസ് തന്നെ നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ചൈന എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ ചൈന. അങ്ങനെ നമ്മൾ ചൈനയ്ക്കുള്ളിലേക്ക് കയറുകയാണ്. ഇതിനകത്ത് മൊത്തം ഡ്രസ്സാണല്ലോ, ഫുൾ ഡ്രസ്സുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ കുറേ ഇവരുടെ ആനിമേ കുറേ. അവരുടെ ആയുധങ്ങളാണ്. കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണാം. ഇവിടെ എന്താണ് ബെഡ്ഷീറ്റും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എന്ത് വേണേലൊക്കെ മേടിക്കും. ഒത്തിരി സാധനങ്ങളാണ് ഇതിന് ചുറ്റും കിടക്കുന്നത്. ബാക്കിലൊക്കെ ഫുള്ള് ഫുഡും ഡ്രസ്സും ഒക്കെയാണ്. ഇതിനകത്ത് കാണുന്നത് കൊറിയയാണ്. വളരെ മനോഹരമായിട്ടുണ്ട് കൊറിയ. ഓക്കെ, ബാക്കിലൊക്കെ കിംച്ചി, അതുണ്ട് കിംച്ചി ഉണ്ട്. ആ, കൊറിയയാണ് കാണിച്ചത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഇത്രയും ഭംഗി ഉണ്ടാവത്തില്ല. നമ്മൾ ഇവിടെയൊക്കെ വന്ന് കാണുന്ന അല്ലേ, ഇവിടെ വന്ന് കാണുന്ന ഈ ഭംഗി ആ റിയലായിട്ട് ആ രാജ്യത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ അടിപൊളിയായിട്ടാണ് അവരത് മൊത്തം ചെയ്തേക്കുന്നത്. അത്ര ഭംഗിയിലാന്ന് നോക്കിക്കല്ലേ. കൊറിയയിൽ പോയാൽ എത്രയും ഭംഗി കാണാൻ പറ്റുമോ. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്. ഓ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ടവറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓ, അത് ശരി. കാണാൻ പറ്റുന്ന കൊറിയയാണ്. നമ്മൾ ചൈന കണ്ടു, സൗദി അറേബ്യ കണ്ടു. ഇപ്പോൾ നമ്മൾ കാണുന്നത് കൊറിയയാണ്. നോക്കി ബാക്കിലേക്ക് നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത് എനിക്ക് കൊറിയയാണ് ചൈനയാണ് കൊറിയ ശരിക്കും ചൈനയുടെ മിറ്റല്ലേ ഫുള്ള്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. ശരിക്കും കൊറിയ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട് കൊറിയ. അങ്ങനെ നമ്മൾ കൊറിയയുടെ കാഴ്ചകളൊക്കെ പോവാണ്. ഇന്തോനേഷ്യ. അങ്ങനെ നമ്മൾ ഇന്തോനേഷ്യയിലേക്ക് കയറുകയാണ്. കണ്ടോ, ഇന്തോനേഷ്യയിലേക്ക് കയറുകയാണ്. അത് കൊള്ളാമല്ലോ. ഇവിടെ നമുക്ക് ഓട്ടോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇത് കണ്ടോ, ഈ സംഭവമൊക്കെ കണ്ടോ. ഫുള്ള് ഇങ്ങനത്തെ ഒരു സംഭവമല്ലേ മൊത്തത്തിൽ. ഓട്ടോയാണ് കാണിച്ചേക്കുന്നത്. നമ്മളിതാ ഇന്തോനേഷ്യയിലെ ഓട്ടോയ്ക്കകത്ത് കയറിയിരിക്കുകയാണ്. ഒരു ഓട്ടോ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് കയറി വീഡിയോ എടുക്കുകയാണ്. എനിക്ക് കുറച്ച് ഓട്ടോ പോലെ ലൈറ്റൊക്കെ അതേപോലെ കൊടുത്തിട്ട് നമുക്കത് കയറി നിൽക്കുകയാണ്. നല്ല രസമുണ്ട്. ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ. ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലമാണ്.
ഉണ്ട്. നമുക്കൊരു നല്ല അടിപൊളി പൂച്ചക്കുട്ടീനെ കിട്ടിയിരിക്കുകയാണ്. നോക്കിക്ക്, നല്ല രസമുണ്ടല്ലേ കാണാൻ. നോക്കി, ക്യൂട്ട് ഡിയർ. ഇത് തുർക്കിയാന്ന് തോന്നുന്നല്ലേ. മൊറോക്കൻ ഡാൻസ് കാണാൻ പറ്റും അല്ലേ? മൊറോക്കയിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഡാൻസ് കാണാൻ പറ്റും. എന്താ തിരക്കാന്ന് അടുത്തുള്ള തുർക്കിയിലേക്ക് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. ഇതെല്ലാം മൊറോക്കയുടെ ആണ് അവർ കാണിച്ചേക്കുന്നത്. ഫുള്ള് ഡ്രസ്സുകളൊക്കെയാണ്. നല്ല അടിപൊളി ഡ്രസ്സല്ലേ? ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുള്ള് ഉപ്പിലിട്ട് സാധനങ്ങൾ അതിനകത്തുണ്ട് കാണാൻ പറ്റും. പെർഫ്യൂമും പിന്നെ കുറേ സംഭവം ഡ്രൈ ആക്കി വെച്ചേക്കണം. പുള്ളി പാട്ടൊക്കെ പാടിയാണ് നമുക്ക് ജ്യൂസ് എടുത്ത് തന്നെ. ഗ്രേപ്സിന്റെ ആട്ടോ, മുന്തിരി ജ്യൂസാണ്. കിവി കണ്ടോ, കിവി ഡ്രൈ ആക്കിയേക്കുന്നതാണ്. സ്ട്രോബെറി എല്ലാം ഡ്രൈ ആക്കിയിട്ട് അവർ കൊടുക്കുകയാണ്. കണ്ട തുർക്കിയായിരുന്നു. നമ്മൾ തുർക്കിയിലെ അവിടുത്തെ അവരൊരു ജ്യൂസൊക്കെ നമ്മൾ കുടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ മൊറോക്കയിലേക്ക് കയറുകയാണ്. നമ്മൾ ഇത്ര നേരം കണ്ട തുർക്കിയായിരുന്നു. ഞങ്ങൾ ആദ്യം കരുതി അത് മൊറോക്കയാണെന്ന് ഇരിക്കുകയായിരുന്നു. നല്ല, അത് തുർക്കിയായിരുന്നു. അവിടെ കുറേ ഡാൻസ് പ്രോഗ്രാമും അതേപോലെ തന്നെ കുറേ ഫുഡും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അടുത്ത നമ്മൾ മൊറോക്കയ്ക്കകത്തേക്ക് കയറുകയാണ്. അതിനകത്ത് ഫുള്ളും ഡ്രസ്സുകളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഫുള്ള് ആദ്യം തന്നെ കുറേ ഡ്രസ്സ്. അതിൻ്റെ ബാക്ക് കാണാം, കേബിൾ കാർ പോകുന്ന കാണാൻ പറ്റും. ഇതിനകത്ത് കാണാൻ പറ്റുന്ന മൊത്തം ഗെയിംസിന്റെയും ബാർ സോണൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ആണ്ട് നമ്മുടെ സ്വന്തം ഗ്രീസ്. ഓ ഭയങ്കര വെയിറ്റ് അല്ലേ? ഇത് ഒറിജിനലാണ്. അപ്പൊ നമ്മള് ഗ്രീസിലേക്ക് കിടക്കുകയാണ്. അതെ, ഗ്രീസ് എല്ലാം അതേപോലെ തന്നെ. ആ എല്ലാം ഉണ്ട്. അതിന്റെ കളറൊക്കെ പോയി കേട്ടോ. ആദ്യമായിട്ട് വന്നപ്പോ ഇത് ഭയങ്കര റെഡ് കളർ ആയിരുന്നു. അതിന്റെ കളറൊക്കെ പോയി അങ്ങോട്ട് ചരിച്ച് വെച്ചേക്കാണ്. ഇത് കേബിൾ കാർ ഈ സൈഡിൽ കൂടെ പോകുന്ന നമുക്ക് കാണാം. ഗ്രീസ്. അങ്ങനെ നമ്മുടെ ഗ്രീസ് എത്തിയിരിക്കുകയാണ്. അവർക്കൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നത് അല്ലേ? ഇതിനകത്ത് ഇനി ഒന്നും മാറ്റി. ഞങ്ങൾ വന്നപ്പോഴും നമുക്കൊരു പുള്ളിക്കാരി ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നായിരുന്നു. ആ സെയിം പുള്ളിക്കാരി ഈ പ്രാവശ്യം വന്നത്. ആ പുള്ളിക്കാരിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. നമ്മളെ ഷൂട്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് എന്നെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അല്ലേ? കേബിൾ കാർ പോകുന്നുണ്ട്. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണോ വന്നത് അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഗ്രീസ് ഇരിക്കുന്നത്. ഗ്രീസ് ആദ്യമായിട്ട് വന്ന അതിൻ്റെ ഭംഗി ഇപ്പോഴും അതുപോലെ തന്നെ. പുതിയതായിട്ട് നമുക്ക് പോകുന്ന കേട്ടോ. ഇത് ഈ പ്രാവശ്യം ഉള്ളതാണ്. നേരത്തെ നമ്മളിത് കണ്ടിട്ടില്ല. ഇത് ഗ്രീസാണോ? ഇത് വേറെന്തോ ആണ് കേട്ടോ. ഗ്രീസ് അല്ല, പക്ഷെ നല്ല രസമുണ്ട്. ആ കുവൈറ്റ്. ഇത് കുവൈറ്റ് ആണ്. ആ ഗൈസ്, അപ്പം നമ്മൾ കുവൈറ്റ് കയറിയിരിക്കുകയാണ്. ഇതാണ് കുവൈറ്റ്. ആ കുവൈറ്റിലൊരു ടവർ ഉണ്ട്. ആ ടവറാണ് ഈ കാണിച്ചേക്കുന്നത്. ഇത് കുവൈറ്റ് ആണ്. ഓ ഇതുണ്ടോ? ശരിക്കും ഒരു ബോട്ട് പോലെ ഉണ്ടല്ലേ കാണാൻ. കുവൈറ്റിനകത്താണ് നിൽക്കുന്നത്. ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ആ കുവൈറ്റിൻ്റെ ടവർ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുവൈറ്റിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുകയാണ്. കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ. കേബിൾ കാർ തുടങ്ങുന്നുണ്ടോ? കേബിൾ കാർ പോകുന്നുണ്ടോ? നേരെ കാണാൻ പോകുന്നത് ഈജിപ്റ്റാണ്. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈജിപ്തിന്റെ. അതെ, നമ്മൾ ഈജിപ്തിനകത്തേക്ക് കയറുകയാണ്.
ഈജിപ്റ്റ് കാണാൻ വേണ്ടി പോകണം. നമ്മൾ ഇത്ര നേരം എന്തൊക്കെ കണ്ടു? കുവൈറ്റ് കണ്ടു, മൊറോക്കോ കണ്ടു, തുർക്കി കണ്ടു. ഈജിപ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഈജിപ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് 1-2 രാജ്യങ്ങൾ വന്നു. ഇന്തോനേഷ്യ, കുവൈറ്റ്, പിന്നെ സൗത്ത് കൊറിയ. ഈ 3 രാജ്യങ്ങളാണ് പുതിയതായിട്ട് വന്നത്. കാണാൻ പറ്റുന്ന ഈജിപ്തിൻ്റെ പിരമിഡുകളാണ്. വളരെ മനോഹരമായിട്ടാണ് ഈജിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇച്ചിരിയൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈജിപ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഈജിപ്തിനകത്ത് കയറിയിരിക്കുകയാണ്. ശരിക്കും നോക്കിയേ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഈജിപ്റ്റ് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴും നല്ല മനോഹരമായിട്ടാണ് അവർ ചെയ്തിരുന്നത്. ഇപ്പോഴും അതുപോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് തോന്നുന്നില്ല. കാര്യം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ചെയ്തിരുന്നത്. ഒന്നും അതിനകത്ത് പൊളിച്ചു മാറ്റാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിനകത്തൊന്നും പണിയാനായിട്ട് നോക്കിയിട്ടില്ല. അതേപോലെയാണ് വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാറ്റാണ്. അടിപൊളിയാണ്. ഇവിടുത്തെ പിരമിഡിൻ്റെ ഭംഗിയൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ടാണ് പിരമിഡ് വെച്ചേക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് വരുമ്പം ഭയങ്കര രസമാണ്. അത്രയ്ക്കും ലൈറ്റൊക്കെ കൊടുത്ത് ഭയങ്കര ഭംഗിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒറിജിനൽ സ്ഥലം പോലെ തോന്നും നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ. ശരിക്കും ആ ഒരു രാജ്യത്ത് നിൽക്കുന്ന പോലെ തോന്നും. അങ്ങനെ ഇവിടുത്തെ പിരമിഡിന്റെ കാഴ്ചകളും എല്ലാം കണ്ടത്. നമ്മൾ എന്നാ ഈജിപ്തിൽ പോകുന്നത്? എന്നാ ഈ സാധനത്തിന് നമ്മൾ നേരിട്ട് കാണുന്നത് അല്ലേ? ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ തൊട്ട് എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. സിഫിക്സ്, ഇതിനെക്കുറിച്ച് അങ്ങനെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. അന്ന് തൊട്ട് ഈ ഒരു സിഫിക്സ് കാണണമെന്ന് എനിക്ക് ഭയങ്കര സമയമായില്ല നമുക്ക് ഈജിപ്തിൽ കയറാനുള്ള അല്ലേ? ഈജിപ്തിൽ കയറാനുള്ള ടൈം എന്നാ പറയൂ? ഉടനെ ഉണ്ട്. എന്തായാലും ഈജിപ്തിൻ്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടു. ഈജിപ്തിനകത്ത് കുറിച്ചൊന്നും പറയാനില്ല, അത്രയ്ക്ക് മനോഹരമാണ്. സൗദി അടിപൊളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് സൗദി ശരിക്കും ഒന്ന് കാണാനൊന്നും പറ്റിയില്ല. അവര് സൗദിയിലെ 13 പ്രൊവിനൻസും നല്ല രീതിയിൽ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ നല്ലപോലെ പണിതേക്കുന്നത് ശരിക്കും അതെ. പൂച്ചയും മറ്റേത് ഇങ്ങനെ നടക്കും. ഒരു കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതുവഴിയെല്ലാം നടക്കാണ്. ടെറർ ഹൗസ് വേണ്ട നമുക്ക്. ആഫ്രിക്കയാണ് അടുത്തത്. ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു കുറേ ആഫ്രിക്ക ഐറ്റംസുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആഫ്രിക്കയ്ക്ക് ഉള്ളിലേക്ക് കിടക്കുകയാണ്. ആ ഡ്രസ്സുകളൊക്കെ ഉണ്ടോ നോക്കി? ഓ, അവരുടെ ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. ഇതുണ്ടോ ആഫ്രിക്കയിലെ ആൾക്കാരുടെ ആ ഒരു സംഭവമൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ബാഗൊക്കെ കണ്ടോ? നാളെ നമ്മൾ വന്നപ്പോൾ ഇതെല്ലാം വെളിയിലായിരുന്നു. ഇപ്പൊ എല്ലാത്തിനെയും കൂട്ടിനകത്താക്കും. ആ സെയിം ആള് തന്നെയല്ലേ? നീ വാ. അങ്ങനെ നമ്മൾ ഇവിടെ കുറേ കിളികളെയൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് കയറി കിളികളുടെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആഫ്രിക്ക കുഴപ്പമില്ല അല്ലേ? ആഫ്രിക്ക അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവിടെ വൈറ്റ് ലയൺ ഉണ്ട് ആഫ്രിക്കക്കകത്ത്. അങ്ങനെ നമ്മൾ ഇന്ത്യയിലേക്ക് കയറുക. അങ്ങനെ നമ്മൾ ചായ മേടിച്ചു. നല്ല ചായ. ആദ്യമായിട്ട് വന്ന സമയത്ത് താജ്മഹൽ അടിപൊളിയായിരുന്നു. ഭയങ്കര സ്പീഡായിട്ട് എന്താല്ലേ എന്ത് ചുറ്റി പോണം. മഞ്ഞിനകത്തൂടെ പോകുന്ന ഒരു റൈഡായത്. പക്ഷേ ഇത് ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇറാനിലേക്ക് കയറുകയാണ്. അവരുടെ കാർപ്പറ്റ് കാണിച്ചേക്കുന്നുണ്ട്. ഇറാനിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് കാർപ്പറ്റാണ്. കാർപ്പറ്റ് കാണിച്ചേക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. നല്ല ഫ്രഷ് ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് കിട്ടും.
എന്ത് ജ്യൂസ് അവരടിച്ച് നമുക്ക് മാറ്റി കാണാൻ പറ്റുന്നുണ്ട്. ഫുള്ള് ഫ്രഷ് ജ്യൂസുകളാണ്. പൊമഗ്രാനേറ്റ്, വാട്ടർമെലൺ, മാംഗോ, എന്ത് വേണേലും ഫ്രഷ് ജ്യൂസ് കിട്ടും. ഇതുണ്ടോ മാറ്റ് കൊടുത്തേക്കുന്നത്, കുങ്കുമപ്പൂ കണ്ടോ, കുങ്കുമപ്പൂ ഇരിക്കും, നല്ല മണമുള്ള കുങ്കുമപ്പൂ കണ്ടോ. ഫുള്ള് മാറ്റാണ് അവർ കൊടുത്തേക്കുന്നത് ഇവിടെ എല്ലാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുങ്കുമപ്പൂ ഇഷ്ടമുള്ള ഇറാനി ഫുഡുകൾ കഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ മെക്സിക്കോയിലോട്ട് കയറുകയാണ്. ഇതിപ്പോൾ അവർ വേറെ ലെവലാക്കിയത് ഓൺലൈനൊക്കെ ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ. സ്പെയിൻ നമ്മളെ ജപ്പാനിനകത്ത് കയറുകയാണ്. പക്ഷെ ആദ്യം വന്ന ജപ്പാനിൻ്റെ ഒരു ഭംഗി വരുന്നില്ല. നമ്മൾ USA-ൽ തായ് മാർക്കറ്റ് ഉണ്ടോ. ഗലാട്ട ടവറാണ് ഈ കാണുന്നത്. ഫുൾ അടിപൊളി വൈബാണ്. നടുക്ക് നമുക്ക് കാണാൻ പറ്റിയ ആ ഒരു ഐസ്ക്രീം, അവർ ഭയങ്കര ഡാൻസൊക്കെ കളിച്ചിട്ടാണ് എല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കുന്നത്. പിന്നെ ഇത് കണ്ടത് ഭയങ്കര രസമുണ്ട്. ഇവിടെ നടക്കാനൊക്കെ ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇന്നാളെ വന്നപ്പോൾ നമുക്ക് ഗലാട്ട ടവർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇന്നാണ് അവർ ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ ആ സംഭവം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ്, ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് അവരെല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഇതെന്താണ് മൊത്തത്തിൽ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര വൈബാണ് ഇവിടെ. പാട്ടും ബഹളമാണ് ഇവിടെ. ഫുള്ള് ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെയാണ് ഇവര് കാണുന്നവരില്ല. അതിനകത്ത് ആ ഒയാസിസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ സംഭവം തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രാൻസിലോട്ട് കയറും അല്ലേ. ഓ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലേ. ഓ ഇത് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഐഫിൽ ടവർ ഇവിടെ കാണാൻ പറ്റിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ബോട്ടിങ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫാൽക്കണെ കണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ബൊലിവാർഡ് വേൾഡിൽ വന്നതാണ് അല്ലേ. 2025ന്റെ ബൊലിവാർഡ് വേൾഡിൽ നമ്മൾ വന്നതാണ്. ഇന്നലെ ബൊലിവാർഡ് സിറ്റിയിൽ പോയായിരുന്നു. ഇന്ന് ബൊലിവാർഡ് വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷത്തെയൊക്കെ വെച്ച് നോക്കുമ്പം 1-2 പുതിയ രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. കുവൈറ്റ്, അതേപോലെ ഇന്തോനേഷ്യ, സൗത്ത് കൊറിയ, പിന്നെ തുർക്കിയൊക്കെ ഇച്ചിരി വലുതാക്കിയിട്ടുണ്ട്. പിന്നെ കുറെ മാറ്റങ്ങളൊക്കെ ഇറക്കി വരുത്തിയിട്ടുണ്ട്. അതെ, 1-2 രാജ്യങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ നിങ്ങളും വരിക അല്ലേ, ഇന്നത്തെ കാഴ്ചകളൊക്കെ കാണുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നോട് അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.